ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് എന്തിനും ഏതിനും നല്ലതെന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ് നല്ലത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ കർത്താവ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിസാമർഥ്യമുണ്ടോ, കായബലമുണ്ടോ, അല്ലെങ്കിൽ പഠനം വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയിട്ടുണ്ടോ, കഴിവുകൾ കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം വേണമെങ്കിൽ നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം, വേണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നല്ലത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം. രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, നല്ലത് ദുഷിച്ചാൽ ദുർഗന്ധം ദുസ്സഹമായിരിക്കും. ചില പറയല്ലോ, മുട്ടയൊക്കെ നല്ലതാണ്, പക്ഷേ ചീഞ്ഞാൽ ഭയങ്കരം ദുർഗന്ധമായിരിക്കും. നല്ലത് നശിച്ചാൽ, അത് ദുഷിച്ചാൽ ദുർഗന്ധം ദുസ്സഹമായിരിക്കും എന്നുള്ളതും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ, എന്തിനും ഏതിനും നല്ലത് എന്ന് പറയാവുന്ന 3 കാര്യങ്ങളുണ്ട്. അത് നല്ലതിന് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിലൊന്നാമത്തെ കാര്യമാണ് യൗവനം, നമ്മുടെ യൂത്ത്ഫുൾനെസ്. യൗവനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യായുസിൻ്റെ കുതിരബലമാണ് യൗവനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് പ്രയോജനപ്രദമാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സമയം. മസിൽ ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യൗവനം അതിനായിട്ട് പ്രയോജനപ്പെടുത്തണം. ഇനി ഞങ്ങളെപ്പോലെ ഇത്രയും പ്രായമായവർ ഇനി ഒരു കട്ട മസിൽ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളത് ചെയ്യണം. നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ കടന്നു പോകാം. പ്രഭാഷകൻ്റെ പുസ്തകം 25-ന്റെ 3-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? ഒരു ചോദ്യമാണ്. നിനക്ക് നിൻ്റെ യൗവനം, കുതിരബലം അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ നീ വയോധികനായി കഴിഞ്ഞിട്ട് നീ എന്ത് നേടാൻ പോകുന്നു? അവിടെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ നോക്കിയാൽ എനിക്ക് കട്ട മസിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അഭിപ്രായം കഴിഞ്ഞു. ഇതുപോലെ യൗവനത്തിൽ നേടേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് യൗവനത്തിൽ നമ്മൾ സമ്പാദിക്കണം. സങ്കീർത്തനം 127 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ഇതൊരു ട്രെൻഡ് കാണാൻ പറ്റും. കല്യാണം കഴിക്കാൻ പ്രായമായാലും അത് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവിട്ടുകൊണ്ടിരിക്കുന്നവർ, ചിലർ പിന്നെ കെട്ടാൻ പോലും അവർക്ക് ആഗ്രഹമില്ല, കെട്ടാതിരിക്കാനുള്ള തീരുമാനമെടുത്ത് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. മാനുഷികമായ പരിഗണനകളുടെ പേരിൽ വിവാഹം കഴിക്കാതിരിക്കരുത്. ദൈവം നമുക്ക് വിവാഹ ജീവിതത്തിനുള്ള വെളിയും കഴിവും തന്നിട്ടുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കരുത് എന്നുള്ള ആ ഒരു സന്ദേശമാണ് സങ്കീർത്തനം 127-ന്റെ 4-ാമത്തെ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. പ്രഭാഷകൻ 6:18 വചനം എടുത്താലോ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. ജ്ഞാനികളെ സന്ദർശിക്കാനും അവരുടെ ഉപദേശം സ്വീകരിക്കാനും ചെറുപ്പം മുതലേ നമുക്ക് സാധിക്കണം. ഇതിന് പറഞ്ഞിരിക്കുകയാണ്, വാർദ്ധക്യത്തിലും അത് തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉപദേശം വേണ്ട സമയത്ത് ഉപദേശിക്കാൻ പറ്റുന്നവരിൽ നിന്നും ആ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. ചിലരുടെ, പ്രത്യേകിച്ച് അഹങ്കാരികളുടെ ഒരു പ്രവണത, ആരെങ്കിലും ഉപദേശിക്കാൻ വാ തുറന്നാൽ ഉടനെ അവർ കാതുപൊത്തും, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നിങ്ങളുടെ ഉപദേശവും വേണ്ട എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അങ്ങനെ പോയി അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന, മാതാപിതാക്കളുടെ ഉപദേശം നിരസിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടിയ മക്കളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 47 14-ാമത്തെ വചനം എടുക്കുമ്പോൾ സോളമനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യൗവനത്തിൽ അവൻ വളരെ
ശ്രദ്ധാലുവായിരുന്നു. ജ്ഞാനോപദേശം തേടിയിരുന്ന വ്യക്തിയാണ്. അവൻ്റെ ജ്ഞാനം നദി പോലെ ഒഴുകിയിരുന്നു. പക്ഷെ പിന്നീട് അവൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ വന്നപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്നതും നമുക്ക് കാണാൻ പറ്റും. ഈ അധ്യായത്തിലൂടെ പ്രഭാഷകൻ 47-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ എസെക്കിയേൽ 23-21 വായിച്ചാൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ യൗവനത്തിൽ സംഭവിക്കാം. അതാണ് യൗവനത്തിൻ്റെ വിഷയലമ്പടത്വം. നമ്മൾ ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ ജഡത്തിന് അമിത പ്രാധാന്യം കൽപ്പിച്ച് ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർ യൗവനത്തിൻ്റെ വിഷയലമ്പടത്തിന് അവരുടെ ജീവിതം സമർപ്പിച്ചെന്ന് വരും. അത് നമ്മുടെ ജീവിതം നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 26-ാമത്തെ വചനം. യൗവനത്തിലെ അതിക്രമങ്ങളുടെ ഫലം നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. സങ്കീർത്തനം 25-7-ാമത്തെ വചനം സങ്കീർത്തകൻ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ യൗവനത്തിലെ പാപങ്ങൾ ഓർക്കരുതേ, അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് യാചിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് ശരിയായ ഹൃദയം. യൗവനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശരിയായ ഹൃദയം. എന്തിനും ഏതിനും ശരിയായ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:21 ഹൃദയം നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിനക്ക് ആത്മധൈര്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തനം 6:6 വചനം സ്ഥാനം പിടിക്കേണ്ടത് ഹൃദയത്തിലാണ്. കാതിൽ വന്നാൽ പോരാ, ഹൃദയത്തിൽ അത് സ്ഥാനം പിടിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് 12:30 സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം എന്നുള്ളത് ഈ വചനം തരുന്ന സന്ദേശമാണ്. മത്തായി 18:35 വായിച്ചാലോ, ക്ഷമിക്കാൻ വേണ്ടത് ശരിയായ ഹൃദയം. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടതും ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ്. മത്തായി 15:8-9 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സങ്കീർത്തനം 34 അതിൻ്റെ 18-ാമത്തെ വചനം എടുത്താലോ, അനുതാപത്തിന് വേണ്ടത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം. ഹൃദയം നുറുങ്ങിയവർക്ക്, മനമുരുകിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് അരുണോദയം. നമുക്കറിയാമല്ലോ, അരുണോദയം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ടൈം, പ്രഭാതം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് 4 നാഴിക മുമ്പുള്ള സമയം, അതാണ് അരുണോദയം. ജ്ഞാനം 16:27 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഗ്നിയിൽ ഉരുകാത്തതും അരുണോദയത്തിൽ ഉരുകും. നമുക്കറിയാം ഉറങ്ങാൻ ഏറ്റവും നല്ല സമയം ഏതാ? ഏർലി മോർണിംഗ് ടൈം, അതിരാവിലെയുള്ള സമയം. പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാ? ഏർലി മോർണിംഗ് ടൈം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ് ടൈം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളിൽ എത്ര പേര് ഈ സമയം മാറ്റിവെക്കും? പ്രഭാഷകൻ 32:14 പറഞ്ഞിട്ടുണ്ട്, അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ജ്ഞാനം 6:14 കൂടി എടുത്താലോ, അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർ നിഷ്പ്രയാസം അവിടുത്തെ കണ്ടെത്തും. നമുക്ക് ഈ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.